ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസു വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കലക്കി പൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോളും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ അല്ലെങ്കിൽ ഒരല്പം നെയ്യ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം ഉപ്പും ഒരല്പം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്കിതിൻ്റെ ആ ഒരു പൊറാട്ടയുടെ ടേസ്റ്റ് കറക്റ്റായി കിട്ടുള്ളൂ. അതിനാണ് ഇതെല്ലാതും കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് കലക്കിയെടുക്കണം. സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളത്തിൻ്റെ അളവ് കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം അല്ലെങ്കിൽ നമുക്കിതിലേക്ക് പാലായാലും ചേർത്ത് കൊടുത്തിട്ട് ഇത് മാവ് രൂപത്തിലാക്കിയെടുക്കാം. ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ കലക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഇങ്ങനെ മാവാക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മാവായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ലൂസായി പോയത് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറാണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാലിൻ്റെ കവറാണ് കേട്ടോ. അത് ഇതുപോലൊരു ഗ്ലാസ്സിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മാവുണ്ടല്ലോ, ആ മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മാവിലെ കുറച്ച് ഭാഗം നമ്മളിപ്പോൾ ഈ കവറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ പതുക്കെ എടുത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കൂട്ടി പിടിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ അറ്റത്തെ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമുക്കിതൊന്ന് കത്രിക വെച്ചിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ പതുക്കെ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ലെയർ ആക്കിയിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എത്ര ലെയർ വേണമെങ്കിലും നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മീതെയും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഗോതമ്പ് പൊടിയും വെച്ചിട്ടും ചെയ്യാം. പക്ഷേ പൊറാട്ടയിലൊരു ടേസ്റ്റ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കണം. ഇത് പിന്നെ ചൂടോടെ കൂടെ തന്നെ നമ്മളിത് കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ മൊരിഞ്ഞ് പോകട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ഇവിടെ ഇങ്ങനെ നമ്മുടെ കലക്കി പൊറാട്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം അത് നമുക്ക് റെഡിയാക്കി എടുക്കണം. നമ്മൾ മൈദ കുഴച്ചിട്ടുണ്ടാക്കണ പൊറാട്ട ഉണ്ടല്ലോ, അത്രയ്ക്കും ടേസ്റ്റ് ശരിക്കും ഈ കലക്കി പൊറാട്ടയ്ക്ക് കിട്ടുന്നില്ല കേട്ടോ. എന്നാലും ഇത് ടേസ്റ്റൊക്കെ ഉണ്ട്. ചൂടൊക്കെ പോണേക്കാളും മുന്നേ നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല ടേസ്റ്റ് തന്നെ കഴിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിവിടെ ബാക്കിയുള്ള എല്ലാ പൊറാട്ടയും ഇവിടെ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കലക്കി പൊറാട്ടയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോളും കൂടി ഒന്ന് എനേബിൾ കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.